നമസ്കാരം. എന്തും സമ്മർദ്ദ തന്ത്രത്തിലൂടെ സാധിച്ചെടുക്കാമെന്ന ട്രംപിന്റെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാവുകയാണ് US സുപ്രീം കോടതി. തീരുവ എന്ന സമ്മർദ്ദ തന്ത്രത്തിലൂടെ രാജ്യങ്ങളെ വരുതിയിലാക്കാമെന്ന ട്രംപിന്റെ മോഹത്തിനാണ് സുപ്രീം കോടതി തിരിച്ചടി നൽകിയിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ട്രംപിന്റെ തീരുവ നയങ്ങൾ US സുപ്രീം കോടതി റദ്ദാക്കിയ സംഭവത്തെ കുറിച്ചാണ്. ട്രംപ് ഏർപ്പെടുത്തിയ ആഗോള വ്യാപാര നികുതികൾ നിയമവിരുദ്ധമാണെന്നാണ് US സുപ്രീം കോടതി വെള്ളിയാഴ്ച വിധിച്ചത്. നികുതികൾ ചുമത്തുന്നതിൽ പ്രസിഡന്റ് തന്റെ അധികാര പരിധി ലംഘിച്ചുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് എഴുതിയ ഭൂരിപക്ഷ വിധിയിൽ 6-3 എന്ന വോട്ട് നിലയിലാണ് നികുതികൾ നിയമവിരുദ്ധമാണ് എന്ന് കോടതി ഉത്തരവിട്ടത്. പരിധിയില്ലാത്ത തുകയും കാലാവധി വ്യാപ്തിയുമുള്ള നികുതികൾ ഏകപക്ഷീയമായി ചുമത്താൻ തനിക്ക് അസാധാരണമായ അധികാരമുണ്ട് എന്നാണ് പ്രസിഡന്റ് അവകാശപ്പെടുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ ഭരണഘടനാപരമായ പശ്ചാത്തലവും ചരിത്രവും പരിശോധിക്കുമ്പോൾ ഇത്തരം അധികാരം പ്രയോഗിക്കുന്നതിന് കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതി ആവശ്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മുൻപും ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കുമായി ട്രംപ് നികുതികളെ ഒരു ആയുധമാക്കിയിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷം വീണ്ടും അധികാരമേറ്റ ശേഷം തന്റെ അസാധാരണമായ സാമ്പത്തിക അധികാരം ഉപയോഗിച്ച് മിക്കവാറും എല്ലാ വ്യാപാര പങ്കാളികൾക്കും മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അവിഹിതമായ മയക്കുമരുന്നു കടത്തും കുടിയേറ്റവും ചൂണ്ടിക്കാട്ടി മെക്സിക്കോ, കാനഡ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ അദ്ദേഹം പ്രത്യേക നികുതികൾ ഏർപ്പെടുത്തി. എന്നാൽ IEEPA നിയമപ്രകാരം നികുതി ചുമത്താനുള്ള അസാധാരണമായ അധികാരം കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്നു എങ്കിലും മറ്റു നികുതി നിയമങ്ങളിൽ എന്ന പോലെ അത് വ്യക്തമായി രേഖപ്പെടുത്തുമായിരുന്നു എന്നും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ഈ വിധി സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ പ്രത്യേക മേഖലകളിലെ ഇമ്പോർട്ട് ഡ്യൂട്ടികളെ ബാധിക്കില്ല. ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് കീഴ്ക്കോടതികളുടെ കണ്ടെത്തൽ ശരിവെക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം. നേരത്തെ മെയ് മാസത്തിൽ ഒരു കീഴ്ക്കോടതി ഈ നികുതികൾ തടഞ്ഞിരുന്നുവെങ്കിലും സർക്കാർ അപ്പീൽ നൽകിയതിനെ തുടർന്ന് അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. വിദേശ രാജ്യങ്ങൾക്ക് ചുമത്തിയ ഇറക്കുമതി തീരുവകൾ നിയമവിരുദ്ധമാണ് എന്ന സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 10% കൂടി കൂടുതൽ ആഗോള തീരുവ ഏർപ്പെടുത്തുന്നതിനുള്ള ഉത്തരവിൽ താൻ ഒപ്പുവെക്കുമെന്നാണ് ട്രംപിന്റെ വെല്ലുവിളി. സുപ്രീം കോടതി വിധിയെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് തീരുമാനം അങ്ങേയറ്റം നിരാശാജനകമാണെന്നും കോടതിയിലെ ചില ജഡ്ജിമാരെ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നാണ് പ്രതികരിച്ചത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ-US വ്യാപാര കരാറിൽ മാറ്റമൊന്നും സംഭവിക്കില്ല എന്നും ഒന്നും മാറുന്നില്ല എന്നും അവർ തീരുവ നൽകേണ്ടി വരുമെന്നും ഞങ്ങൾ നൽകില്ല എന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ച സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വിദേശ താൽപര്യങ്ങൾക്ക് സ്വാധീനിക്കപ്പെട്ടു എന്നാണ് ട്രംപിന്റെ ആരോപണം. ഏതായാലും വിദേശ രാജ്യങ്ങൾ സന്തോഷത്തിലാണ് എന്നും ആ രാജ്യങ്ങൾക്ക് അധികകാലം സന്തോഷിക്കാൻ കഴിയില്ല എന്നുമാണ് ട്രംപിന്റെ പക്ഷം. പക്ഷേ ഏതു ട്രംപ് ആണെങ്കിലും കോടതി വിധി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതേസമയം കോടതിയെ വെല്ലുവിളിക്കാനുള്ള യാതൊരു അവകാശവും ട്രംപിനില്ല. എന്നാൽ അത്തരം വെല്ലുവിളികളാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്.